Good morning. So, നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ആ രണ്ട് തിയറംസ് നമുക്കിനി പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രൂഫിന് മുന്നേ തന്നെ നമ്മൾ ആ പ്രോബ്ലം, ആ ഒരു തിയറം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പം അതിനു മുന്നേ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല? ഇഫ് എഫ് ഓഫ് ഇസഡ് ഇസ് എൻ അനാലിറ്റിക് ഇൻ എ സിംപ്ലി ക്ലോസ്ഡ് അനാലിറ്റിക് ഇൻ സിംപ്ലി connected domain D, then for any simple closed curve C in D, integral over C f of z by z minus z naught equal to 2 pi I into f of z naught. അല്ലേ? സോ ഇതാണ് എന്ത് ഇൻ്റഗ്രൽ തിയറം, സോറി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us prove that one. Now what we have done is നമ്മൾ എഫ് ഓഫ് ഇസഡിനെ നമ്മളിങ്ങനെ രണ്ട് സം ഓഫ് ദി ഫങ്ഷൻസ് ആയിട്ട് എഴുതാണ്. സോ എഫ് ഓഫ് ഇസഡ് ഈസ് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട്. നോട്ട് ദാറ്റ് ഇസഡ് നോട്ട് ഈസ് എ പോയിന്റ് ഇൻ സി. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ്. വാട്ട് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 pi I into f of z naught എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മൾ അതിനെ എന്താക്കാം? സിൻസ് എഫ് ഓഫ് ഇസഡ് ഈസ് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട്, we can write it as sum of two integral, that is integral over c f of z naught by z minus z naught dz plus integral over c f of z minus f of z naught by z minus z naught dz, and which is equal to f of z naught തന്നെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പുറത്തോട്ട് എടുക്കാം. So it will become integral dz by z minus z naught and the second integral. Ini c is a simple closed curve, right? So you can find a circle inside c such that the integral remains same. കാരണം നമ്മുടെ എഫ് എന്ന് പറയുന്നത് അനാലിറ്റിക് ആണ് അല്ലേ. ഇനി അതേപോലെ ഡി സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ. അതാണ് അതിൻ്റെ എന്ത് വരുന്നത്, സർക്കിളിൻ്റെ ഈക്വേഷൻ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി സെഡ് എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത് സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ ആക്കാം. സോ ദാറ്റ് ഇൻ്റഗ്രൽ 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് വിൽ ബിക്കം വാട്ട് 2 pi. ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ. അതേപോലെ സെക്കൻഡ് ഇൻ്റഗ്രലും നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ നമ്മളൊരു വാല്യൂ അതിന് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് in the first integral it is f of z naught into 2 pi which is to be proved, right? അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇൻ്റർവൽ നമ്മൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം എഫ് എന്താണ്? അനാലിറ്റിക് ആണ്. സോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഓൾസോ വാട്ട് അനാലിറ്റിക് അല്ലേ. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി അനാലിറ്റിക് എക്സെപ്റ്റ് വെയർ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് അല്ലേ. അപ്പം നമുക്ക് എന്താണ് we know that every analytic functions are continuous function because they are differentiable, so it is continuous, right? So by the definition of continuity, given epsilon greater than 0, you can find a delta such that mod f of z minus mod f of z naught is less than epsilon for all mod z minus z naught less than delta. ഇത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അല്ലേ. സോ if you choose r in such a way that r is less than delta because c is a simple closed curve, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സർക്കിൾ എന്തായാലും ആ റേഡിയസ് ഉള്ളൊരു സർക്കിൾ നമുക്ക് എന്തായാലും പിന്നെ ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് സിൻസ് എഫ് ഇസ് അനാലിറ്റിക്, ഇൻ്റഗ്രൽ ഓവർ സി ആൻഡ് ഇൻ്റഗ്രൽ ഓവർ ആർ ബോത്ത് ആർ സെയിം. ഓക്കെ, ഇനി so we can choose r such that r is less than delta so that mod f of z minus f of z naught by z minus z naught എന്തായിരിക്കും? less than epsilon by r. Okay, now we know that the length of the circle is 2 pi r. Okay, so we are using ML inequality. ML inequality says that in the modulus of integral f of z dz is less than or equal to ML, where M is the bound for f of z and L is the length of the curve C. Okay, so in this case also our function is f of z minus f of z naught by z minus z naught, whose absolute value is less than
this epsilon by r, and the length of the circle is 2 pi r, so this modulus is less than epsilon by r into 2 pi r അല്ലേ. അപ്പോൾ r and r ക്യാൻസൽ, നമുക്ക് എന്ത് കിട്ടി അവിടെ 2 pi epsilon എന്ന് കിട്ടി. So epsilon greater than 0 is arbitrary. So whenever a modulus value is less than epsilon for any epsilon greater than 0, that means what? This integral over c f of z minus f of z naught, z minus z naught എന്തായിരിക്കണം 0 ആയിരിക്കണം. So what happened? So our integral f of z by z minus z naught dz become 2 pi I into f of z naught. So Cauchy's integral formula നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൂഫ് അടക്കം ചോദിക്കുന്നുണ്ട്. So you should study the proof also very well. Okay. Next is a special case of derivative of analytic function. Derivatives of analytic functionൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? എന്താണ്? Integral over c f of z by z minus z naught power n dz is equal to 2 pi I by n minus 1 factorial into f n minus 1 z naught. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ്സ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ ആൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഡെറിവേറ്റീവ്സ് അറ്റ് എ പോയിന്റ് z. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് n is equal to 2 ആവുന്ന കേസാണ്. സോ ആ ഒരു കേസിൽ എന്താണ് integral over c f of z dz by z minus z naught whole square equal to 2 pi I by 1 factorial, that is 1. So 2 pi I into what? F dash of z naught. So ഇതാണ് നിങ്ങൾക്ക് പ്രൂഫ് ഉള്ളത്. നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ. സോ അതിൻ്റെ പ്രൂഫ് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. We know that f dash of z naught is equal to what? Limit delta z tending to 0 f of z naught plus delta z minus f of z naught by delta z. Right? Now by Cauchy's integral formula, integral over c f of z by z minus z naught dz equal to 2 pi I into f of z naught. Okay. So ഇവിടെ പവർ ഓഫ് z minus z naught 1 ആണ്. പവർ ഓഫ് 1 by z minus z naught 1 ആണ് കേട്ടോ. അപ്പോൾ ഈ കേസിൽ 2 pi I into f of z. പവർ ഓഫ് 1 മൈനസ് z നോട്ട് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ n ഈക്വൽ ടു 2 ആണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സോ ലിമിറ്റ് ഡെൽറ്റ z ടെൻഡിങ് ടു 0 എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z നോട്ട് ബൈ ഡെൽറ്റ z ഈക്വൽ ടു, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെന്താണ്? എഫ് ഡാഷ് ഓഫ് z നോട്ടാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് z നോട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇസ് ഈക്വൽ ടു ബൈ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല നമുക്കറിയാം എഫ് ഓഫ് z നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 2 pi ഇന്നു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ z എന്തായിരിക്കും? 1 by 2 pi I ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ടിന് പകരം z നോട്ട് പ്ലസ് ഡെൽറ്റ z ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അതേപോലെ എഫ് ഓഫ് z നോട്ടിന് പകരം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് കൊടുത്തു. ഓക്കെ. അതിനുശേഷം അത് നമ്മൾ സാധാരണ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സാധാരണ ഇതാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമുക്ക് എന്തായി z ഇൻറ്റു എഫ് ഓഫ് ഇസറ്റും അങ്ങനെയുള്ള ടേമൊക്കെ പോയി. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ z ടെൻഡിങ് ടു 0 1 by 2 pi I എന്ത് കിട്ടി? എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z ഇൻറ്റു z മൈനസ് z നോട്ട് എന്നുള്ള സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കിട്ടി. ഓക്കെ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് z നോട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ശരിക്കും എഫ് ഡാഷ് ഓഫ് z നോട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ഒരു ലിമിറ്റ് എന്തായിരിക്കണം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ ഡി z എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. അതിനുവേണ്ടി നമ്മളിനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻറ്റഗ്രൻ്റ് എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് ഡെൽറ്റ z മൈനസ് z നോട്ട് മൈനസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇതും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പോവാണ്. ഓക്കെ. 1 by 2 pi എന്നിട്ട് നമുക്ക് ചേർത്താൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്, അതായത് ഡിഫറൻസ് എന്തായിരിക്കണം? 0 ആണെന്ന് കിട്ടണം നമുക്ക്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ വി ഫൗണ്ട് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ യൂഷ്വൽ വേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈയിങ് ലൈക്ക് ലാസ്റ്റ് വാട്ട് വി ഗോട്ട്. ഇതൊക്കെ സാധാരണ പോലെ ചെയ്യാം. ഓക്കെ. ഇൻ്റഗ്രൽ ഓവർ സി നമുക്ക് എന്ത് കിട്ടി?
delta z into f of z dz whole divided by z minus z naught delta minus delta z into z minus z naught whole square. Okay, so what we want to claim is that this is tending to 0. Okay, now again we are using ML inequality. Not that f of z is analytic, so it's continuous, and every continuous function on a closed curve is bounded. അല്ലേ, അതുകൊണ്ട് തന്നെ f of z എന്താണ്, ബൗണ്ടഡ് ആണ്. So mod f of z is less than or equal to k. Now let d be the smallest distance from z0 to c. അതായത് സിയിൽ നിന്ന് z0ലുള്ള സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് d എന്ന് പറഞ്ഞാൽ. d എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിമം ഓഫ് മോഡ് z മൈനസ് z0 വേർ z ബിലോങ്സ് ടു c. അതാണ് d. ഓക്കെ, സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്. സോ മോഡ് z മൈനസ് z0 is സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ സിന്ന് z0ലേക്കുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, മോഡ് z മൈനസ് z0 is always greater, so it's not infimum. Okay, so mod z minus z0 is greater than or equal to d0 എന്ന് വരും. That means its square is also greater than or equal to d0 square. അങ്ങനെ വരും. So 1 by mod z minus z0 all square is less than or equal to 1 by d0 square. Okay, ഡിസ്റ്റൻസ് ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് ആണ്. സോ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഇൻഫിമം തന്നെ, പക്ഷെ അതിൻ്റെ സ്മോളസ്റ്റ് ആണ് വരുന്നത്. So we can write what, d is less than or equal to mod z minus z0, and mod z minus z0 നമുക്ക് mod z minus z0 മൈനസ്, അതായത് ഡെൽറ്റ z ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. ആൻഡ് യൂസിങ് ദി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mod z minus z0 മൈനസ് ഡെൽറ്റ z ഇൻറ്റു mod delta z. Okay, now let mod delta z is less than or equal to d by 2. That means minus delta z greater than or equal to minus d by 2, so that d minus delta z is greater than or equal to d by 2 അല്ലേ. സോ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ d is less than or equal to mod z minus z0 മൈനസ് ഡെൽറ്റ z പ്ലസ് ഡെൽറ്റ z എന്ന് എഴുതി. അപ്പോൾ ഡെൽറ്റ zന് ഇപ്പുറത്തെ എടുത്തു കഴിഞ്ഞാൽ d മൈനസ് ഡെൽറ്റ z എന്ന് കിട്ടി. ആൻഡ് d മൈനസ് ഡെൽറ്റ z is greater than d by 2. So we got d by 2 less than or equal to d minus delta z less than or equal to z minus z0 minus delta z, so that z minus z0 minus delta z is greater than or equal to d by 2, or 1 by z minus z0 minus delta z is less than or equal to 2 by d. ഇതെന്താണ്, ഇതെന്തിനു വേണ്ടി വെച്ചാൽ നമ്മുടെ ഈ ഇൻറ്റഗ്രലിൽ ഓരോ ക്വാണ്ടിറ്റീനെയും നമ്മൾ ബൗണ്ടഡ് ആക്കി. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെയും ആബ്സലൂട്ട് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് integral over c f of z delta z by z minus z0 delta z into z minus z0 all square is less than or equal to എന്താണ്, if c l is the length of the c, then f of z mod f of z less than or equal to k ആണ്. so it is less than or equal to k, and delta z less than or equal to 2 by d അല്ലേ. and 1 by എന്താണ് 1 by z minus z0 ആണ് ലെസ് than or equal to 2 by d കിട്ടിയത്. 1 by z minus z0 all square less than or equal to 1 by d square. Okay, into mod L ഉണ്ട് into mod delta z, and when delta z tending to 0, this is definitely goes to 0. So what happened, നമ്മുടെ റൈറ്റ് ഹാൻഡ് LHS ലിമിറ്റ് ഡെൽറ്റ z tending to 0 f of z plus delta z minus f of z by delta z ആയിരുന്നു. അത് f dash of z0 ആണ്. So we got f dash of z0 equal to 1 by 2 pi integral over c f of z by z minus z0 all square dz, because that is the proof. Okay, ഈ 1 by 2 pi നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുള്ളതാണ്, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അത്രയാണ്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഈ രണ്ട് തിയറം ഇമ്പോർട്ടൻ്റ് ആണ് ആസ് ഫാർ ആസ് യുവർ എക്സാം ഈസ് കൺസേൺ. പ്രൂഫ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, സോ സ്റ്റഡി ഇറ്റ് വെൽ.